ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗണിത് മന്ത്ര. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എക്സസൈസ് 8.1 ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കണേ. ഇൻ ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾ അറ്റ് ബി എ ബി ഈസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ ബി സി ഈസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ. നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സി തന്നിട്ടുണ്ട്. അതിലൊരു കാര്യം പറയുന്നത് റൈറ്റ് ആംഗിൾ അറ്റ് ബി, അതായത് ഈ ആംഗിളാണ് 90 ഡിഗ്രി. എ ബി ഈസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ ബി സി ഈസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ സൈൻ എ കോസ് എ സൈൻ സി കോസ് സി ഈ 4 വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൈൻ്റെയും കോസിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാണ് കാണുക എന്നുള്ളത് മുന്നൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അത് കണ്ടിട്ട് ഇത് പ്രോബ്ലംസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് അറിയണം. സൈൻ കാണണമെന്നുണ്ടെങ്കിലും കോസ് കാണണമെന്നുണ്ടെങ്കിലും നമുക്ക് ഹൈപ്പോട്ടന്യൂസ് എത്രയാണെന്ന് അറിയണം. അത് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ബേസും ഓൾട്ടിറ്റ്യൂഡും തന്നിട്ട് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏതാ തിയറം യൂസ് ചെയ്യാറ്? പൈതഗോറസ് തിയറം. അപ്പോൾ ബൈ അപ്ലൈയിങ് പൈതഗോറസ് തിയറം നമുക്ക് എന്ത് കിട്ടും? എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയറിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം നമുക്ക് എ ബിയും തന്നിട്ടുണ്ട് ബി സിയും തന്നിട്ടുണ്ട്. എ ബി 24 തന്നിട്ടുണ്ട്, അപ്പോൾ നമ്മളവിടെ 24 ഇട്ട് കൊടുത്തു. ബി സി 7 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. രണ്ടിൻ്റെയും സ്ക്വയർ കണ്ടിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 625 കിട്ടും. അപ്പോൾ എ സി സ്ക്വയർ ആണ് നമുക്ക് 625 കിട്ടിയത്. അപ്പോൾ എ സി എന്താ? റൂട്ട് ഓഫ് 625. റൂട്ട് ഓഫ് 625 പറയുമ്പോൾ നമുക്ക് എ സി ഇസ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസും കിട്ടിയില്ലേ? ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു ട്രയാങ്കിളിന് 3 സൈഡ്സും കിട്ടി. ഇനി നമുക്ക് സൈൻ കോസ് കണ്ടൂടെ? സൈൻ കാണാനായിട്ട് എന്താ ചെയ്യുക? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ ഏത് ആംഗിളിൻ്റെ ചോദിച്ചിട്ടുള്ളത്? എ എന്ന് പറയുന്ന ആംഗിളിൻ്റെ. അപ്പോൾ സൈൻ എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് പറയുമ്പോൾ ഏതാ വരിക? സൈൻ എയുടെ ഓപ്പോസിറ്റ് വരുന്നത് ബി സി ബൈ എ സി. അപ്പോൾ 7/25. കോസ് എ പറയുമ്പോൾ എന്താ? എഡ്ജസെൻറ്റ് സൈഡ് അല്ലെങ്കിൽ ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ? എഡ്ജസെൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ എഡ്ജസെൻറ്റ് സൈഡ് ഏതാ? എയുടെ എഡ്ജസെൻറ്റ് സൈഡ് ഏതാ? 24/25. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് സൈൻ സിയും കോസ് സിയുമാണ്. അപ്പോൾ ഈ ആംഗിളാണ് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സി ആണ്. ഈ ആംഗിളിനെയാണ് കണ്ടത്. ഈ ആംഗിളിൻ്റെ സൈൻ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 24. അപ്പോൾ 24 ഹൈപ്പോട്ടന്യൂസ് 25. കോസ് സി കാണാനായിട്ട് എന്താ ചെയ്യുക? എഡ്ജസെൻറ്റ് സൈഡ് അല്ലെങ്കിൽ ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ 7/25. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ സൈൻ്റെയും കോസിൻ്റെയും ഇക്വേഷനിൽ അല്ലെങ്കിൽ ഫോർമുലയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ ഫിഗർ 8.13 ഫൈൻഡ് ടാൻ പി മൈനസ് കോട്ട് ആർ. നമുക്ക് ടാൻ പി മൈനസ് കോട്ട് ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, ട്രയാങ്കിൾ പി ക്യു ആർ എന്ന്. അതിൽ പി ക്യു എന്ന് പറയുന്ന സൈഡ് 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, പി ആർ എന്ന് പറയുന്ന സൈഡ് 13 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അതിൽ ടാൻ പി മൈനസ് കോട്ട് ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടാൻ അറിയണമെന്നുണ്ടെങ്കിലും കോട്ട് അറിയണമെന്നുണ്ടെങ്കിലും നമുക്ക് തേർഡ് സൈഡ് ട്രയാങ്കിളിൻ്റെ 3ാമത്തെ സൈഡ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈതഗോറസ് തിയറം നേരത്തെ പോലെ തന്നെ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. പക്ഷേ നേരത്തെ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആയിരുന്നു അറിയേണ്ടിയിരുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? നമുക്ക് ഈ സൈഡാണ് ക്യു ആർ പറയണ ഈ സൈഡാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ സെയിം പോലെ തന്നെ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ പി ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ക്യു സ്ക്വയർ പ്ലസ് ക്യു ആർ സ്ക്വയർ. അതിൽ നമുക്ക് പി ആറിനും പി ക്യൂനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ 2 വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് 12 തന്നിട്ടുണ്ട്, ഒന്ന് 13 തന്നിട്ടുണ്ട്.
അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ആർ സ്ക്വയറിന് പകരം നമ്മൾ 13 സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ക്യൂ സ്ക്വയറിന് പകരം 12 സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് ക്യൂ ആർ സ്ക്വയർ. ഇതിൽ ക്യൂ ആർ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്യൂ ആർ സ്ക്വയറിനെ നമ്മൾ ഈ സൈഡിലോട്ട് കൊണ്ടുവന്നു. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. ക്യൂ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ. 13 സ്ക്വയർ അറിയാലോ 169 മൈനസ് 12 സ്ക്വയർ 144. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 25 കിട്ടും. അപ്പോൾ ക്യൂ ആർ സ്ക്വയർ നമുക്ക് 25 കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യൂ ആർ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, റൂട്ട് ഓഫ് 25 എടുക്കുക. അപ്പോൾ ക്യൂ ആർ ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ കിട്ടും. ക്യൂ ആർ ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിപ്പോൾ 3 സൈഡും കിട്ടി. ഈ സൈഡ് നമുക്ക് 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും കിട്ടി. ഇനി നമുക്ക് ടാൻ പി കാണണം, കോട്ട് ആർ കാണണം. എന്നിട്ട് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യണം. ടാൻ പി മൈനസ് കോട്ട് ആർ ചെയ്യണം. അതിനായിട്ട് ടാൻ പി എങ്ങനെയാണ് കാണുക? ടാൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടാൻ ഓഫ് ഏതെങ്കിലും ഒരു ആംഗിൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. അതല്ല എങ്കിൽ പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈ ബേസ്. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ടാൻ പി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ടാൻ പി പറയുമ്പോൾ ഈ ആംഗിളാണ്. അപ്പോൾ ടാൻ പിയുടെ ഇക്വേഷൻ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ടാൻ പിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്? 5 അല്ലെങ്കിൽ ക്യൂ ആർ എന്ന് പറയുന്ന സൈഡാണ്. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ പി ക്യൂ ഏതാണ്, അല്ലെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? ഇത് നമ്മുടെ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. പി ആർ എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. പി ക്യൂ ആണ് അഡ്ജസൻറ്റ് സൈഡ് വരുന്നത്. അപ്പോൾ 5/12 ആണ് ടാൻ പി. പിന്നെ കണ്ടുപിടിക്കേണ്ടത് കോട്ട് ആർ ആണ്. കോട്ട് ആർ അതായത് ഈ ആംഗിളിൻ്റെ കോട്ട് കണ്ടുപിടിക്കണം. ടാനിൻ്റെ റെസിപ്രോക്കൽ ആണ് കോട്ട്. ടാനിൻ്റെ റെസിപ്രോക്കൽ പറയുമ്പോൾ എന്താ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. നേരെ തിരിച്ചിട്ടു. ഈ ആംഗിളിൻ്റെ ആയതുകൊണ്ട് കോട്ട് ആർ കണ്ടുപിടിക്കാനായിട്ട് അഡ്ജസൻറ്റ് സൈഡ് ഏതാ വരിക? ഇതാണ് അഡ്ജസൻറ്റ് സൈഡ്, ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. ആംഗിൾ മാറിയില്ലേ? നേരത്തെ നമ്മൾ പി ആയിരുന്നു കൊടുത്തത്, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആർ ആണ്. അപ്പോൾ ഈ ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? ക്യൂ ആർ. അപ്പോൾ ക്യൂ ആർ ഡിവൈഡഡ് ബൈ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ്, അതേതാ? പി ക്യൂ. അപ്പോൾ ക്യൂ ആർ ബൈ പി ക്യൂ 5/12. അപ്പോൾ നമുക്ക് രണ്ടും ടാൻ പിയും കോട്ട് ആറും നമുക്ക് എന്താ കിട്ടിയത്? 5/12. അപ്പോൾ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? 0. Tan P minus cot R is equal to 5/12 minus 5/12, that is equal to 0. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇഫ് സൈൻ എ is equal to 3/4, സൈൻ എ നമുക്ക് തന്നിട്ടുണ്ട് 3/4. കാൽക്കുലേറ്റ് കോസ് എ ആൻഡ് ടാൻ എ. സൈൻ എ 3/4 തന്നിട്ടുണ്ട്. കോസ് എയും ടാൻ എയും കാണാനാണ് പറയണത്. ഇതിന് നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് തന്നെ കൺസിഡർ ചെയ്യാം. എ ബി സി, റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി. ബിയിലാണ് അത് റൈറ്റ് ആംഗിൾ വരുന്നത്. എ ബി സി പറയുന്ന ഒരു ട്രയാങ്കിൾ. അതിൽ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? സൈൻ എ is equal to 3/4. സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സൈൻ ഓഫ് എനി ആംഗിൾ. സൈൻ തീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതാണ് സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അത് വെച്ച് എഴുതി കൂടെ? സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 3 ആയിരിക്കും പെർപെൻഡിക്കുലർ, 4 ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ്. ഇതിനിപ്പോൾ കട്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് കെ വാല്യൂ വെച്ച് കൊടുക്കാം. 3k/4k. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ലാസ്റ്റ് ഇത് കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് 3/4 തന്നെ കൊടുക്കാം. 3/4 പെർപെൻഡിക്കുലർ, 4 പറയുന്നത് 3 പറയുന്നത് പെർപെൻഡിക്കുലർ, 4 പറയുന്നത് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ട്രയാങ്കിൾ എടുക്കുകയാണ്. ആംഗിൾ എ, ഈ ആംഗിളിൻ്റെ ആണല്ലോ നമ്മൾ നോക്കണേ. സൈൻ എ is equal to ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് 3 കൊടുത്തു, ഹൈപ്പോട്ടന്യൂസ് നമ്മൾ 4 കൊടുത്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സൈഡല്ലേ. നമുക്ക് കാണേണ്ട വാല്യൂസ് ഏതൊക്കെയാണ്? കോസും ടാനും ആണ്. കോസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് അല്ലെങ്കിൽ ബേസ് എത്രയാണെന്ന് അറിയണം. അപ്പോൾ എ ബി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോകണം. ബൈ അപ്ലൈയിങ് പൈതഗോറസ് തിയറം നമുക്ക് എന്ത് കിട്ടും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ is equal to ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ നമുക്കറിയാം. ഹൈപ്പോട്ടന്യൂസ് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 4 ആണ് കിട്ടിയിരിക്കുന്നത്. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. എ ബി നമുക്കറിയില്ല, അപ്പോൾ നമ്മൾ എ ബി എന്ന് തന്നെ ഇട്ട് കൊടുത്തു. എ ബി സ്ക്വയറിന് എ ബി സ്ക്വയർ തന്നെ ഇട്ട് കൊടുത്തു. ബി സി സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ബി സി നമുക്ക് 3 ആണെന്ന് അറിയാം. സോ ബി സി സ്ക്വയർ is equal to 3 സ്ക്വയർ. 4 സ്ക്വയർ is equal to എ ബി സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 4 സ്ക്വയർ 16 ആണല്ലോ. ഈ 3 സ്ക്വയറിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 16 - 9 is equal to എ ബി സ്ക്വയർ. 16 - 9 എത്രയാണ്?
7 is equal to AB square എന്ന് വരും. നമുക്ക് എ ബി ആണ് അറിയേണ്ടത്. അപ്പോൾ എ ബി is equal to √7. അപ്പോൾ നമുക്ക് ഈ സൈഡ് എത്ര കിട്ടി? √7 കിട്ടി. ഇനി നമുക്ക് ടാനും കോസും കാണാൻ എളുപ്പമല്ലേ? കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോസ് എ. ഈ ആംഗിളിൻ്റെ തന്നെ കോസ് വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. കോസ് എ എന്തായിരിക്കും? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √7 അല്ലേ? അപ്പോൾ √7/4 ആണ് കോസ് എ വരിക. ടാൻ എ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ സൈഡ് ബൈ ബേസ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? ഓപ്പോസിറ്റ് സൈഡ് എക്ക് ഓപ്പോസിറ്റ് വരുന്നത് ആരാ? ബി സി. ബി സി ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എ ബി. അപ്പോൾ ബി സി ബൈ എ ബി പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 3/√7. അപ്പോൾ നമുക്ക് ഒരു സൈഡ് തരാതെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ആ സൈഡ് കണ്ടുപിടിക്കുക. ആ സൈഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാൻ്റെയും കോസിൻ്റെയും വാല്യൂവിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ ആവും കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ 15 cot A is equal to 8 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. 15 cot A is equal to 8. നമുക്ക് നേരത്തെ സൈൻ എയുടെ വാല്യൂ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നിട്ടുള്ളത് 15 cot A is equal to 8. ഫൈൻഡ് സൈൻ എ ആൻഡ് സീക്ക് എ. സൈൻ എയും സീക്ക് എയും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 15 cot A is equal to 8ൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 15നെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ cot A is equal to 8/15 എഴുതി കൂടെ? അപ്പോൾ 15 cot A is equal to 8ൽ നിന്ന് cot Aക്കുള്ള വാല്യൂ എന്തായിരിക്കും? 8/15. അപ്പോൾ ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. അപ്പോൾ ടാൻ ഓഫ് എനി ആംഗിൾ, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണ്. അപ്പോൾ കോട്ട് തീറ്റ എന്താ? കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, ബേസ് ബൈ പെർപെൻഡിക്കുലർ. അപ്പോൾ നമുക്ക് കോട്ട് ഓഫ് ആംഗിൾ എ ആണ് കിട്ടിയിട്ടുള്ളത്. കോട്ട് എ ഇസ് ഈക്വൽ ടു 8/15 എന്ന് പറഞ്ഞാൽ 8 ആയിരിക്കും ബേസ്, 15 ആയിരിക്കും പെർപെൻഡിക്കുലർ. 8 ആയിരിക്കും ബേസ് വരുന്നത്, 15 ആയിരിക്കും പെർപെൻഡിക്കുലർ വരുന്നത്. അപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. എ ബി സി വേർ ബി റൈറ്റ് ആംഗിൾ അറ്റ് ബി ആണ് കേട്ടോ. അപ്പോൾ എ ബി സിയിൽ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? ബേസ് കിട്ടിയിട്ടുണ്ട്. ബേസ് എന്താണ്? ആംഗിൾ എ കൺസിഡർ ചെയ്യണ കാരണമാണ് കേട്ടോ ഇത് ബേസ് ആവണത്. ആംഗിൾ എ, കോട്ട് ഓഫ് ആംഗിൾ എ ആണ്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡും ഇത് അഡ്ജസൻറ്റ് സൈഡുമാണ്, അല്ലെങ്കിൽ ഇത് ബേസ് ആണ്. അപ്പോൾ ബേസ് ബൈ പെർപെൻഡിക്കുലർ പറയുമ്പോൾ 8/15 കിട്ടിയില്ലേ? അപ്പോൾ ഈ സൈഡാണ് 8, ഈ സൈഡാണ് 15. ഇനി നമുക്ക് ഹൈപ്പോട്ട്ന്യൂസ് കണ്ടുപിടിക്കണം. കാരണം നമുക്ക് സൈൻ അറിയണം. സൈൻ അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ് സൈൻ. അപ്പോൾ ഹൈപ്പോട്ട്ന്യൂസ് അറിയണം. അതിന് വേണ്ടിയിട്ട് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ പൈതഗോറസ് തിയറം എങ്ങനെയാണ്? നമുക്ക് ഹൈപ്പോട്ട്ന്യൂസ് തന്നെയാണ് അറിയേണ്ടത്. AC² ഇസ് ഈക്വൽ ടു AB² പ്ലസ് BC². എ ബിക്കും ബി സിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8² പ്ലസ് 15². 8² പ്ലസ് 15² പറയുമ്പോൾ 8² എത്രയാണ്? 8² പറഞ്ഞാൽ 64, 15² പറഞ്ഞാൽ 225. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 289 കിട്ടും. AC² ആണ് 289, വേർ AC ഈസ് ഈക്വൽ ടു √289. അപ്പോൾ റൂട്ട് കളയുമ്പോൾ 17 കിട്ടും. AC ഈസ് ഈക്വൽ ടു 17. അതായത് ഈ സൈഡ് നമുക്ക് 17 സെൻറ്റിമീറ്റർ കിട്ടും. ഇനി സൈൻ കണ്ടൂടെ? സൈൻ എന്താ? സൈൻ ഓഫ് ആംഗിൾ എ. ആംഗിൾ എയുടെ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്, ഈ സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് പറഞ്ഞാൽ 15/17. സീക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹൈപ്പോട്ട്ന്യൂസ് ബൈ ബേസ് ആണ്. സീക്ക് എന്തിൻ്റെയാണ്? കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്. അപ്പോൾ കോസ് ഓഫ് ആംഗിൾ എ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബേസ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ സീക്ക് ഓഫ് ആംഗിൾ എ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോട്ട്ന്യൂസ് ബൈ ബേസ്. അപ്പോൾ ഹൈപ്പോട്ട്ന്യൂസ് ഇവിടെ 17 ആണ്, ബേസ് ഇവിടെ 8 ആണ്. അപ്പോൾ 17/8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീക്ക് കിട്ടും.